അപ്പോൾ ഇന്നൊരു വാട്ടൈ ഈറ്റിനിടെയാണ് കേട്ടോ. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റെ കൈ ഇങ്ങനെ ഒരാൾ തപ്പി നടക്കും. വേറെ ആരുമല്ല, ഈ ഉരുണ്ട് കളിക്കണ ഉരുണ്ട് വഴുതി മാറുന്ന തൈറോനോം 75 എന്ന ആശാൻ. ഇവനൊരു 18 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്. PCOD ഉണ്ട്. രണ്ടുപേരും നല്ല കൂട്ടായിട്ട് ഇങ്ങനെ ഒരുമിച്ച് പോകുന്നുണ്ട് സുഖമായിട്ട്. അപ്പോൾ അവനങ്ങ് വിഴുങ്ങിയതിന് ശേഷം 1 മണിക്കൂറും കഴിയുമ്പോഴത്തേനും ഒരു ഗ്ലാസ് ഗ്രീൻ ടീ അങ്ങ് കുടിക്കും. പിന്നെ പണിത്തിരക്കായി. അതിനിടയിൽ കൂടെ ഒരു ടീസ്പൂൺ ചിയാ സീഡ് വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ച് കുറച്ച് കുതിർന്ന് കഴിയുമ്പോഴത്തേനും ഒരു അര കഷ്ണം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് തേനുണ്ടെങ്കിൽ തേൻ കൂടി ചേർക്കും. അതില്ലാത്തപ്പോൾ ഇവനെങ്ങ് വലിച്ചും കുടിക്കും. ഇതെല്ലാം കുടിച്ചതിന് ശേഷമാണ് ദ റിയൽ സ്റ്റാർ വരുന്നത്. ഒരു മണിക്കൂറിന് ശേഷമോ അതല്ലെങ്കിൽ എൻ്റെ ജോലികളൊക്കെ തീർന്നതിന് ശേഷമാണ് ഞാൻ കുടിക്കാറുള്ളൂ. ഒരു അരമണിക്കൂർ ഇടവേള ഉണ്ടായാൽ മതി. അപ്പോൾ അത് റിയൽ സ്റ്റാർ നാത്തൂൻസ് ന്യൂട്രി ഡയറ്റ് മീൽ പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് റൂട്ടീനാണിത്. എനിക്കിത് കിട്ടിയത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. ഇവരുടെ പേജ് ഞാൻ കാണുന്നത്. റിവ്യൂസൊക്കെ കണ്ടപ്പോഴത്തേനും നല്ല റിസൾട്ടാണ് എല്ലാവർക്കും. അപ്പോൾ ഞാനും ട്രൈ ചെയ്തു, സക്സസ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോബസ്റ്റ പഴം ഇതാണ് വേണ്ടത്. ഈ പഴമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഈ പഴം ഒരു 2-3 2 മതിയാവും വലുതാണെങ്കിൽ. ചെറുതാണെങ്കിൽ മാത്രം 3 എടുക്കുക. പിന്നെ ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ ഈ ഒരു ന്യൂട്രി മീലും കൂടി ചേർത്തതിന് ശേഷം കൊഴുപ്പ് കുറഞ്ഞ ഏതെങ്കിലും ഒരു പാല് ഒരു 2-3 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് വെള്ളം. നമ്മുടെ കൺസിസ്റ്റൻസിയുടെ പാകം നോക്കിയിട്ട് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സംഭവം കുടിക്കാൻ സാധാരണ നമ്മുടെ ഒരു പഴം ഷേക്കൊക്കെ ഉള്ള പോലെ തന്നെയാണ്, പക്ഷെ അടിപൊളിയാണ്. കാരണം ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിശപ്പൊന്നും തോന്നില്ല. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. അതിലാണ് ഞാൻ ഫെയിലിയർ ആവുന്ന സംഭവം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്ന കാര്യമാണ്. ഭയങ്കര മടിയാണ്, പക്ഷെ പണി കിട്ടും വെള്ളം കുടിച്ചില്ലെങ്കിൽ. അപ്പോൾ ദാഹിക്കുമ്പോഴാണ് ഓടിപ്പോയി കുടിക്കുക. പിന്നെ അതിനിടയ്ക്ക് ലഞ്ചിന് മുന്നായിട്ട് വിശന്ന് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ കഴിക്കും. പിന്നെ ലഞ്ചിന് നമുക്ക് അത്യാവശ്യം പച്ചക്കറികൾ കൂടുതൽ കഴിക്കാം. മീൻ കഴിക്കാം, ചിക്കൻ കഴിക്കാം. അതുപോലെ വറവ് സാധനങ്ങളൊക്കെ അധികം പാടില്ല. അപ്പോൾ ഡീപ്പ് ഫ്രൈ അല്ലാണ്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ ഇതൊക്കെ കഴിക്കാം. നമ്മൾ കൺട്രോൾ ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഗുണം നമുക്ക് കിട്ടുന്നു മാത്രം. പിന്നെ ഈവനിങ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കും. അതല്ലെങ്കിൽ ഉണ്ടായാലും ഗ്രീൻ ടീ എന്തായാലും ഒരു ഗ്ലാസ് കഴിക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നൈറ്റ് വീണ്ടും നമ്മുടെ സെയിം ന്യൂട്രി മീൽ തന്നെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വിശന്നാൽ എന്തെങ്കിലും ഫ്രൂട്ട്സിനെ കഴിക്കാം, അതല്ലെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ.